ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിലാണ് ചെയ്ത് നിർത്തിയത് അല്ലേ? എന്തായിരുന്നു? എഫും ജിയും ഒന്ന് എൽ പി സ്പേസിലത്തെയും ഒന്ന് എൽ ക്യു സ്പേസിലത്തെയും എലമെൻറ്റുകളാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ഓഫ് എഫ് ഇൻറ്റു നോം ക്യു ഓഫ് ജി. ഇതായിരുന്നു നമ്മളുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി. അവിടെ തന്നെ നമ്മൾ ഫംഗ്ഷൻ്റെ കോഞ്ചുഗേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതിനെ എഫ് സ്റ്റാർ എന്ന് വിളിക്കും. എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോം പി നോം ഓഫ് എഫ് റേസ് ടു 1 മൈനസ് പി സിഗ്നം ഫംഗ്ഷൻ ഓഫ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു എന്തായിരുന്നു? മോഡ് എഫ് റേസ് ടു മോഡ് എഫ് റേസ് ടു പി മൈനസ് 1. ഇതായിരുന്നു നമ്മുടെ കോഞ്ചുഗേറ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തേ. അടുത്തത് മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ക്ലാസ്സിലൊക്കെ ഓർക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മിനിക്കോ മിനിക്കോസ് മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റിയാണ്. അപ്പോൾ മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നേക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം മക്കളെ. നമ്മൾ ശരിക്കുമില്ലേ നമ്മൾ നോമാണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു അല്ലേ? അതായത് കുറേ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ട് അത് നോമാണോ എന്ന് നോക്കിയായിരുന്നു. അതിൽ നമ്മൾ L1 സ്പേസിൽ നോം 1 ഡിഫൈൻ ചെയ്തു. അതേതായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ്. അതെടുത്ത് നോമാന്ന് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ നമ്മൾ എൽ പി സ്പേസിലത്തെ നോമായിട്ട് എന്ത് പ്രൂവ് ചെയ്തു? ഏതാ ഡിഫൈൻ ചെയ്ത? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p. എന്നിട്ട് അതിൻ്റെ നോമാണോ എന്ന് കാണിക്കാനുള്ള സെക്ഷനിൽ നമ്മൾ ആകെ 2 കണ്ടീഷൻ നിങ്ങൾ നോക്കിക്കോ. കണ്ടോ? ഈ 2 കണ്ടീഷൻ, അതായത് നോം എഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഈക്വൽ ടു 0 ആണ് വെൻ എഫ് ഈക്വൽ ടു 0. പിന്നെ എന്താ? നോം ആൽഫ എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് ആൽഫ എഫ് പി ഓൾറേസ് ടു 1/p. ഈ 2 കണ്ടീഷൻ. ഇവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ലായിരുന്നു. ശരിക്കും മെനിക്കോസ്കീസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എൽ പി സ്പേസിലത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. ഇപ്പം നിങ്ങളോട് ആരെങ്കിലും എൽ പി സ്പേസിൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p അത് ഒരു നോം ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് 2 കണ്ടീഷൻ ഇതുപോലെ പ്രൂവ് ചെയ്യുക. തേർഡ് കണ്ടീഷൻ എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റി ആണ് കേട്ടോ. മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റി ആണ് നമ്മുടെ എൽ പി സ്പേസിലത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറഞ്ഞു തരുന്നത്. സോ അത് നോക്കാം. നമ്മുടെ മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. Minkowski's inequality. Let E be a measurable set and let E be a measurable set and 1 less than or equal to P less than or equal to infinity. If the function f and g belongs to LP space, എഫും ജിയും എൽ പി സ്പേസിലത്തെ 2 എലമെൻ്റ് ആണെങ്കിൽ then does the sum എഫ് പ്ലസ് ജി എവിടത്തെ ആയിരിക്കും? എൽ പി സ്പേസിലായിരിക്കും. മോർ ഓവർ എന്ത് പറഞ്ഞു? നോം ഓഫ് എഫ് പ്ലസ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം ഓഫ് എഫ് പ്ലസ് പി നോം ആണ് കേട്ടോ. പി നോം ഓഫ് ജി. കണ്ടോ? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, എൽ പി സ്പേസിലത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറയുന്നതാണ് നമ്മുടെ മിനിക്കോസ്കീസ് ഇനീക്വാലിറ്റി. അപ്പോൾ അതിൽ പി ഈക്വൽ ടു 1 മിനിക്കോസ്കി സോൾവ് ചെയ്യില്ലേ? അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് കേട്ടോ. പി ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് പി ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1 നോം അല്ലേ?
വൺ നോമിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ വൺ നോം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ ഇപ്പോൾ വൺ നോം ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് ജി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് മോഡ് ജി ആണ്. ഇത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് ജി ആണ്. അപ്പോൾ പി ഈക്വൽ ടു വൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മിനിക്കോസ്കിസ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. അതേപോലെ പി ഈക്വൽ ടു ഇൻഫിനിറ്റിയിലും അതെന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് അല്ലേ? പി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് അപ്പർ ബൗണ്ടാണ്. അപ്പോൾ എഫ് പ്ലസ് ജിയുടെ അപ്പർ ബൗണ്ട് എന്താണെങ്കിലും എഫിൻ്റെ അപ്പർ ബൗണ്ടിനെക്കാട്ടും എഫിൻ്റെ അപ്പർ ബൗണ്ട് പ്ലസ് ജീൻ്റെ അപ്പർ ബൗണ്ടിനെക്കാട്ടും എന്തായിരിക്കും? ചെറുത് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ മിനിക്കോസ്കിസ് ഇനീക്വാലിറ്റി പിയുടെ വാല്യൂ ഓപ്പൺ ഇൻ്റർവെൽ വൺ ഇൻഫിനിറ്റിയിലാവുമ്പോൾ മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെൽ വൺ ഇൻഫിനിറ്റിയിൽ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എഫും ജിയും എൽ പി സ്പേസിലത്തെ രണ്ട് എലമെൻറ്റുകളാണ്. അതായത് പി ഇൻ്റഗ്രബിളാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഫ് പ്ലസ് ജി എന്താണ്? പി ഇൻ്റഗ്രബിൾ ആണ്. നമ്മൾ അസ്യൂം ചെയ്തു എഫ് പ്ലസ് ജി എന്തല്ലാന്ന് അസ്യൂം ചെയ്തു? സീറോ അല്ല. എഫ് പ്ലസ് ജി നോട്ട് ഈക്വൽ ടു സീറോ എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോഞ്ചിഗേറ്റ് ഫങ്ഷൻ അങ്ങനെ നമ്മൾ എഫിൻ്റെ കോഞ്ചിഗേറ്റിനെ എഫ് സ്റ്റാർ എന്നല്ല ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് പ്ലസ് ജി സ്റ്റാർ ഡിനോട്ട് ചെയ്തു. നമ്മുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എക്സ്ട്രാ കണ്ടീഷൻസ് കണ്ടിരുന്നു അല്ലേ? അതായത് ഇൻ്റഗ്രലോ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ തൊട്ട് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് സ്റ്റാർ ഈക്വൽ ടു പിനോമും പിന്നെ എഫ് സ്റ്റാറിൻ്റെ ക്യൂനോമിൻ്റെ വാല്യൂ ഈക്വൽ ടു വൺ, ഇത്രയും കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എഫ് പ്ലസ് ജി വെച്ചിട്ട് നമ്മളൊക്കെ അത് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ജി ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാർ എടുക്കുക. ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ എഫിനെ എഫ് ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാർ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഈ ജി ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാറിന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തൂടെ? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി അല്ലേ? മോഡ് എഫ് ജി എന്ന് പറയുന്നത് എന്താണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് പറയായിരുന്നു നമുക്ക്? ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമ് എഫ് പി ഇൻറ്റു നോമ് എഫ് പ്ലസ് ജി സ്റ്റാർ ക്യൂ. ഇവിടെയും ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റു ക്യൂ. നമ്മൾ ഓൾറെഡി അറിയായിരുന്നു എഫ് സ്റ്റാറിൽ വാല്യൂ ക്യൂനോമിൽ എന്താണ്? വൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ വാല്യൂ വൺ ആണ്, ഇതിൻ്റെ വാല്യൂ വൺ ആണ്. അപ്പോൾ ഇതെന്തായി മാറും? ഈക്വൽ ടു പ്ലസ് നോമ് ജി പി. അതായത് നമുക്ക് എന്ത് കിട്ടി? എഫ് പ്ലസ് ജി പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമ് എഫ് പി പ്ലസ് നോമ് ജി പി. അതായത് മിനിക്കോസ്കിസ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ മിനിക്കോസ്കി. അപ്പം നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. മിനിക്കോസ്കി എന്ന് പറയുന്നത് ആണ് നമ്മുടെ എൽ പി സ്പേസിലെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പി നോമ് നോമാണെന്ന് കാണിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻ എഴുതുക. തേർഡ് കണ്ടീഷൻ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എൽ പി സ്പേസിലത്തത് ഏതാണ്? മിനിക്കോസ്കിസ് ഇനീക്വാലിറ്റി ആണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഇല്ലേ?
ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റിയിൽ പിക്ക് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ അതെന്താവും? കോഷി ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി ആവും. അപ്പോൾ കോഷി ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു 2 ആൻഡ് ക്യൂ ഈക്വൽ ടു 2. പി 2 ആണെങ്കിൽ ക്യൂവും 2 തന്നെയല്ലേ? 1/p + 1/qൻ്റെ വാല്യൂ 1 കിട്ടണം. അപ്പോൾ പി ഈക്വൽ ടു 2 ക്യൂ ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റിനെയാണ് നമുക്ക് കോഷി ഷ്വാർട്സ് ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് കോഷി ഷ്വാർട്സ് ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്തോളാം. എന്നിട്ട് പറയാം ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി എല്ലാ പിക്കും ഹോൾഡ് ചെയ്യും, സോ അത് പി ഈക്വൽ ടു 2നും ട്രൂ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നേ.